ഹസ്ബൻഡിന് ഇന്ന് വർക്ക് അബുദാബിയിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അബുദാബിയിലോട്ടാണ് പോകുന്നത്. ഇങ്ങനെ വർക്കുള്ള ചില ദിവസങ്ങളിൽ ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ. കുറച്ച് മുമ്പ് ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു പോകുന്ന ദിവസം. അപ്പോൾ ഇതാ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ബോയിൽ ചെയ്ത എഗ്ഗ്, പിന്നെ മോൾക്ക് കൊടുക്കാനുള്ള ഫുഡ്, വെള്ളം, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ റൂമിൽ നിന്ന് ഒരു 10 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ ഇറങ്ങിയത്. അതിനിടയിൽ ഓഫീസിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അബുദാബിയിലെത്തിയപ്പോൾ ഒരു 1:30 ഒക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ ഫുഡ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പാലസിൽ നിന്ന് ഞങ്ങൾക്ക് ഫുഡ് കൊടുന്നുതരാമെന്ന് പറഞ്ഞിരുന്നു ഒരറിയുന്ന ആൾ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇതിലുണ്ടായിരുന്നത് ചെമ്മീൻ ബിരിയാണി, പിന്നെ സാലഡ്സും പിന്നെ ഡ്രിങ്ക്സും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ ബിസ്ക്കറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു മോൾക്ക് വേണ്ടിയിട്ട് കൊടുന്നത്. അങ്ങനെ മോളതൊക്കെ കിട്ടിയപ്പോൾ നല്ല ഹാപ്പിയായി. ഓരോന്നിങ്ങനെ നോക്കുകയാണ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഹസ്ബൻഡിന് ഇതിൻ്റെ ഇടയിൽ കുറേ സ്ഥലത്ത് ഇങ്ങനെ പോകും. ഞങ്ങളാണെങ്കിൽ പാർക്കിങ്ങിലൊക്കെ ഇങ്ങനെ കുറേ നേരം ഇരിക്കും. അത് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഫുഡ് കഴിച്ചത്. നേരെ കൈ കഴുകാൻ പോയി. എന്നിട്ട് പിന്നെ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ കഴിച്ചത്. കാരണം നല്ല ചൂടായിരുന്നു പുറത്ത്. അപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഇരുന്നു ഫുഡൊക്കെ കഴിച്ചിരുന്നത്. ഇതിപ്പോൾ ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ പോയപ്പോൾ വീഡിയോ എടുത്തതാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കൂടെ പോയപ്പോൾ അതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഷെയ്ഖ് സായിദ് മോസ്ക് ആണെന്നുണ്ടെങ്കിൽ എത്ര കണ്ടാലും മതിയാവാത്തൊരു മോസ്കാണ് കേട്ടോ. കണ്ടു നിന്നാൽ കണ്ണെടുക്കാൻ തോന്നൂല, അത്രയും ഭംഗിയാണ് കേട്ടോ അതിന്. കാണുന്നത് അബുദാബിയിലെ ഐക്കോണിക് ലാൻഡ്മാർക്കായ അൽദാർ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഇത് പൂർണ്ണമായിട്ടും വൃത്താകൃതിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഓഫീസ് ബിൽഡിംഗ് ആണെങ്കിൽ കൂടി ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടിന്റെ പോലെയാണ് കേട്ടോ തോന്നുക. കാണുന്ന ഫുഡൊക്കെ നമുക്ക് വേറൊരു പാലസിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പിന്നെ കുറേ ഈത്തപ്പഴവും പിന്നെ ഗ്രേപ്സും അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങളൊരു ചായ കുടിച്ചു കേട്ടോ. ഞാനാണെങ്കിൽ മുളക് ബജിയായിരുന്നു എടുത്തിരുന്നത്. മോൾക്ക് സമൂസ വേണമെന്ന് പറഞ്ഞിട്ട് സമൂസയാണ് എടുത്തത്. റൂമിലെത്താനും വേണ്ടിയിട്ട് ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോരുമ്പോൾ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സെറ്റാക്കിയിരുന്നു ഫുഡ് കഴിക്കാൻ വരാനും വേണ്ടിയിട്ട്. കാരണം പാലസിൽ നിന്ന് അത്രത്തോളം ഫുഡ് കിട്ടിയിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ പാലസിൽ നിന്ന് കിട്ടിയ ഫുഡ്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ചിക്കനും മട്ടനും പിന്നെ ബീഫും ഒക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. പിന്നെ കുറേ റൈസ് ഐറ്റംസും ആയിട്ടും ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി, മട്ടൻ വെച്ചിട്ടുള്ള റൈസും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കാണുന്നത് അലീസാണ്, അതും ഉണ്ടായിരുന്നു കുറേ. അങ്ങനെ എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ചൊരു ഹാപ്പി എൻഡിങ് ആയിരുന്നു കേട്ടോ. പിന്നെ ഡേറ്റ്സും ഗ്രേപ്സും ഒക്കെ കൊടുത്തേക്കുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ ദിവസം അത്രക്കുള്ളൂ ഉണ്ടായത്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.